എല്ലാവർക്കും MNK ട്രാവലോഗിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. സോ ഞങ്ങളും എല്ലാവരെയും പോലെ ഒരുപാട് നാളായിട്ട് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം വിചാരിച്ച് നടക്കുകയായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഇപ്പോഴാണ് അതിനെല്ലാം സമയവും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായത്. സോ എല്ലാവരെയും പോലെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധനവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ ടിക്ടോക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന വളരെ ചുരുക്കം 1-2 പേർക്കെങ്കിലും ഞങ്ങൾ അറിയാൻ പറ്റിയിരിക്കും. കാക്കു മക്കു എന്ന പേരിൽ. അതാണ് ഞങ്ങൾ ട്രാവലോഗിൻ്റെ പേര് MNK എന്നാവാൻ കാരണം. ഈ കാക്കു മക്കു എന്നുള്ള ഞങ്ങൾ ടിക്ടോക്കിൻ്റെ പേരായിരുന്നു. സോ നമ്മളിതിൽ ഈ ചാനലിൽ കൂടെ മെയിനായിട്ട് ട്രാവലിങ്ങും ഇങ്ങനെ ഡിഫറെൻറ്റ് സ്പോട്ട്സ്, ക്യാമ്പിങ്, അതേപോലത്തെ അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. ട്രാവലിങ്ങുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും സപ്പോർട്ടും അനുഗ്രഹവും വേണം. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം ഷെയർ ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലുള്ള യാത്രയിൽ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ MNK ട്രാവലോഗിന്റെ ഫസ്റ്റ് യാത്ര നമ്മളിതാ ഇവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യാത്ര മുഴുവനും നല്ല അടിപൊളി കാഴ്ചകളാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മളിതേ പോകുന്ന വഴിയാണിത്. നമ്മൾ ശരിക്കും ഇവിടെ ഇപ്പൊ സമയം 12:15 ഉച്ചയ്ക്ക്. എന്നിട്ട് പോലും ഇവിടെ ഫുള്ള് ഫോഗി അടിച്ചു കിടക്കാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഫുള്ള് ഇലകൾ നിറച്ച് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കാണ്. സാധാരണ ഇവിടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്നത്. ഇവിടെ ഇപ്പൊ തുടക്കം തന്നെ നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഇതിനകത്തൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം ആ ഒരു ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ ഇത് ഭയങ്കര അടിപൊളിയാണ്. പാറയൊക്കെ നിറച്ച് മഞ്ഞായിട്ട് കിടക്കാണ്ട്. നമുക്കിനി ഒരു 1 hour കൂടെ ഉണ്ട്. റോഡിന്റെ ഇരുവശവും ഈ പറഞ്ഞ പോലെ മലകളും നമ്മുടെ ക്രിസ്മസ് ട്രീകളെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. വേറെ തന്നെ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയാൻ കഴിച്ചു. ലൈക്ക് എന്നാ പറയാം, എനിക്ക് പറയാൻ വാക്കില്ല സത്യം പറഞ്ഞാൽ. അമ്മാതിരി മഞ്ഞും മൂടൽ മഞ്ഞും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ഫീലാണ്. എന്താ പറയാ, നമ്മൊരു മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫീൽ ഇട്ടില്ലേ മൂടൽ മഞ്ഞിന്റെ. പക്ഷെ മൂന്നാർ പോലെ എന്നല്ല, എന്നാ പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ഫീലൊക്കെയാണ്. കാരണം ഒരു മലകളും ആ ഒരു വൈൻഡിങ് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ തന്നെ ലുക്കാണ്. നിങ്ങൾ വരാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിന്ററിൽ നിങ്ങൾ വരണം ഈ വഴിക്ക്. കാരണം ആ വിന്ററിന്റെ ഭംഗിയുന്നത് വേറെ തന്നെയാണ്. ഒന്നും പറയാനില്ല. നമുക്ക് ഫുൾ മഞ്ഞും വെള്ള, എന്താ പറയാ, മൂടൽ മഞ്ഞ്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീലാണ് പറയുകയാണെങ്കിൽ. എന്താ പറയാ, ഈ പറഞ്ഞ പോലെ നമുക്ക് ആ നേരിട്ട് കാണുന്ന ഒരു ഭംഗി ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ പോലും നേരിട്ട് കാണാൻ ഒന്നും പറയാനില്ല. വേറെ തന്നെ ലുക്കാണ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോ ഇവിടുത്തെ ഒരു ചെറിയ സിറ്റി കൂടെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ മനുഷ്യൻ പോലും ഇല്ലെന്നാ തോന്നണ ചെറിയ സിറ്റിയാണ്. അതെ അതെ. ഇങ്ങോട്ട് വന്നപ്പോ പിന്നെയും കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു സിറ്റിയാണ്. ഒരു ഷോപ്പ് നോക്കിയിട്ട് പോലും ഞങ്ങളൊരു 1 hour കൊണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തുന്നതിന് മുന്നേ നമ്മൾ ചെറിയ ഡിന്നറിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ അവിടെ നിർത്തിയേക്കാണ്. നല്ല കട്ട തിരക്കാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസ്ക് വെച്ച് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കുകയാണ് ഇറങ്ങാനായിട്ട്. നമുക്ക് ചെറുതായിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, ഏട്ടായിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഗ്രോസറി ഷോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് എടുത്തിരിക്കുകയാണ്. ഏതാ എടുത്തേക്കുന്നത്? ഫിഷ് എടുത്തു, സാൽമൺ എടുത്തു. ഓക്കെ, നമ്മൾ വൈകിട്ടത്തേക്ക് ഒരു ഫിഷ് എടുത്തു. സാൽമണാണ് എടുത്തേക്കുന്നത്. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് പൊട്ടറ്റോ ഫ്രൈ ആണ്, ചിക്കൻ, ക്രാബ് ഡിന്നറുണ്ട്, പിന്നെ ചിക്കൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിസ്സ, ബീഫുണ്ട്,
Can we get some wedges? Pardon? Can I get some wedges? Yeah, Fries? which size would you like? A large. ഏട്ടായിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ പ്ലേസിലോട്ട് ഇനി ഒരു 15 മിനിറ്റിൻ്റെ ദൂരം കൂടിയേ ഉള്ളൂ. നമ്മളിതേണ് നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഫോഗ് അടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ടൈം ഇപ്പം 3 മണിയായി ഉച്ചയ്ക്ക്. ഇതുവരെ ഇവിടെ ഒരു സൂര്യപ്രകാശം ഞങ്ങൾ കണ്ടിട്ടില്ല. വരുന്ന വഴിയിൽ എങ്ങും തന്നെ ഫുള്ള് ഫോഗായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് സൂര്യപ്രകാശം വീഴാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം വിൻ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇനിയിപ്പം ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫോഗിയാണ്. ഇനിയിപ്പം നമ്മൾ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ എന്താകും അവസ്ഥ എന്നുള്ളത് കണ്ടറിയണം അല്ലേ ഏട്ടായി? കാടിന്റെ ഉള്ളിലാണ് കുറച്ചും കൂടി നമ്മള് അതാണ് എന്താവും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അടിപൊളി പ്ലേസ് ആണ് കാണാനൊക്കെ. ഫുള്ള് മഞ്ഞായിട്ട് പോസ്റ്റ് വെഡിങ്ങിനൊക്കെ ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ പറ്റിയ സ്ഥലമാണ്. അതെ അതെ, ഫുള്ള് വുഡ്സും സ്നോയും ഒക്കെ ആയിട്ട് അടിപൊളി. മുന്നോട്ടുള്ള റോഡൊന്നും നമുക്ക് ശരിക്കും കാണാനേ പറ്റുന്നില്ല. ടാറില്ലാത്ത റോഡായതുകൊണ്ട് നമുക്ക് അധികം സ്പീഡിൽ പോകാനും പറ്റത്തില്ല. ഫുള്ള് ഗ്രാവൽ റോഡാണ്. കാരണം ഉള്ളിലേക്ക് ആയതുകൊണ്ട് വല്ല അങ്ങനെ അധികം വീടുകളോ അങ്ങനെ ഒന്നുമില്ല. ഇത് മോസ്റ്റ്ലി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് ടാറൊന്നും ചെയ്തിട്ടില്ല. ചെറുതായിട്ട് തെന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശാലും അതൊക്കെ അവിടെ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. വണ്ടി തെന്നാതെ അല്ലെങ്കിൽ വേറെ സ്കിഡാവാൻ. ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടത് തന്നെ. ഇവിടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു പോകാം. ഇവിടെ അത് നടക്കത്തില്ല. ഇപ്പൊ ദേ ഇവിടെ നമുക്കൊരു ചെറിയ ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജ് കടന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സൈഡിലൊരു ലേക്കാന്ന് തോന്നുന്നു, ഒരു ചെറിയ ലേക്ക്. അടിപൊളി സ്ഥലം കേട്ടോ, കാണാൻ അടിപൊളി, ഒരു രക്ഷയില്ല. ബ്രിഡ്ജിൽ ചെറിയ രീതിയിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എങ്കിലും പൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എങ്ങനെ പോലെ ഒരു 500 മീറ്റേഴ്സോളം നടക്കാനുണ്ട്. സോ നമുക്ക് എന്നാൽ നമ്മുടെ പയനം തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ അഡ്വഞ്ചർ ഇതാണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരാൾ ഫ്രണ്ടിൽ സാധനമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇച്ചിരി കഷ്ടപ്പാടാണ്. ഓക്കെ ഓക്കെ. ഓ മാൻ, ഇത് ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ. ഞാനിപ്പം ഒന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തേനെ, ജസ്റ്റ് മിസ്സാണ്. ഏട്ടായി പതിയെ. ഓ, ഇവിടെ വേറെ ലെവല് വ്യൂ ആണ്. പാറകളും അതിൻ്റെ നടുക്കൂടെ വെള്ളവും ഫുള്ളും മഞ്ഞൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. നമ്മളിതപ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഏട്ടായി അങ്ങ് എത്തി, ഞാൻ പുറകിന് വെച്ച് പിടിക്കുകയാണ്. ഇതുവഴി എങ്ങനെ വരും? നമുക്ക് ഇതുവഴി നടക്കുമ്പം ആ സൈഡിൽ കൂടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. മറ്റേ കയ്യിൽ നമ്മൾ
ഫയർ പിറ്റിനുള്ള വുഡൊക്കെയാണ്. നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വരുന്ന വഴിയിലെല്ലാം പാത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ, വഴി തെറ്റായിരിക്കും. നമുക്ക് അവർ വഴിയിലെല്ലാം പാത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഐസിൽ കാല് പൊതഞ്ഞു പോകുന്നുണ്ട്. കേട്ടോ, നമുക്ക് ആ അരുവി നല്ല അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അങ്ങ് ഒത്തിരി നീളത്തിൽ കിടക്കാം. നമ്മൾ നടന്ന് ഇപ്പം ചെറിയൊരു റോഡിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളി പറഞ്ഞ പോലെ വെള്ളമൊക്കെ കയറി വെള്ളവും ചള്ളയും ഒക്കെ പിടിച്ചിറക്കാണ്. രാഹുൽ ബൈ. നത്തിങ് ബ്രോ. ഞാൻ മടുത്തു ബ്രോ, നടന്ന് മടുത്തു ശരിക്കും. അയ്യോ, ഇനി അടുത്ത കുഴിയാണ്. അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിയെ. ഓ ആ, അതാണ് നല്ലത്. ടൈം മരമൊക്കെ വുഡൊക്കെ എടുത്ത് എറിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വീഴാൻ നല്ല ചാൻസാണ്. ഓക്കെ, ഞാൻ ക്യാമറ കട്ട് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ വീഴും. എന്നെ ഒന്ന് പിടിക്കോ? അങ്ങനെ ഒരു കുഴി ചാടി ഞങ്ങൾ ഇപ്പുറത്ത് കറങ്ങിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയെന്ന്. ഇതാണോ? ഓ മാൻ, ഓക്കെ, ഫൈനലി നമ്മളിതാ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഫുള്ള് വെള്ളവും മഞ്ഞൊക്കെ ആയിട്ട് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുകയാണ്. ബട്ട് കൊള്ളാം, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. നമുക്ക് മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ലാഡറൊക്കെ ഉണ്ട്. ഇരിക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഫയർ പിറ്റ് കാണാം. ഇതാണ് നമ്മുടെ ഫയർ പിറ്റിനുള്ള പ്ലേസ്. നമ്മൾ നൈറ്റ് ഇവിടെ ഫയറൊക്കെ ഇട്ടിട്ട് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, കാരണം ഭയങ്കര ഫോഗിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം. അവിടെ 2 ചെയർ കിടപ്പുണ്ട്. നമുക്കിവിടെ ഫയർ പിറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്
കാണിച്ചു തരാം, ആരും കണ്ട് ഞെട്ടരുത്. ഇതാണ് നമ്മുടെ വാഷ്റൂം. നമുക്കത് ഈ സാധനം ഇങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ വെരി സ്പെഷ്യൽ ബാത്റൂം. റൈറ്റ്, ഒരു ബക്കറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ ബാത്റൂം. ഈ ക്യാമ്പിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഈ വാഷ്റൂം ഫെസിലിറ്റീസ് എന്നുള്ളത്. അതായത് ഇതാണ് വാഷ്റൂം എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ കുറേ ഒരു പൊടി പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അറക്കപ്പൊടി എന്നൊക്കെ പറയും. അതെടുത്തിട്ട് നേരെ നമ്മൾ അത് വെച്ച് മൂടുക. അപ്പോൾ നമുക്ക് മണമോ കാര്യങ്ങളൊന്നും പുറത്ത് വരില്ല. ഈ സ്ഥിരം ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്ക് അതൊരു എന്താ പറയുക, പുതിയൊരു അനുഭവം ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് അതൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. ബട്ട് കാരണം നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇങ്ങനെ ഒരു സ്പേസിൽ അത്ര ലാവിഷായിട്ടുള്ള വാഷ്റൂം ഒന്നും അവരെ കൊണ്ട് നമുക്ക് തരാൻ പറ്റത്തില്ല. സോ എനിവേ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത് കണ്ടോ, ഈ പറഞ്ഞ പോലെ 1, 2, 3 വള്ളികളിലാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ തമ്പനയിൽ പറഞ്ഞത് ഭൂമിയും ആകാശവും തൊടാതെ ഒരു രാത്രിയെന്ന്. കാരണം നമ്മൾ ഏകദേശം മിഡ് എയറിലാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത്. സോ ഈ ടെൻറ്റിൻ്റെ താഴെയായിട്ട് 1, 2, 3 സ്റ്റോറേജ് നെറ്റ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഞങ്ങളിപ്പോൾ ബാഗും, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ജാക്കറ്റ്, അതുപോലെ തന്നെ ഇവിടെ അവർ കുറേ യോഗ മാറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യോഗ മാറ്റ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിലൊന്നും ആവശ്യമില്ല. ഈ വിൻ്റർ ടൈമിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ യോഗ മാറ്റ്സ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ നമ്മൾ നമ്മുടെ 2 സ്ലീപ്പിംഗ് ബാഗും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ടാകും, വേറെ ഹീറ്റിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലായിരിക്കണം കിടക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീപ്പിംഗ് ബാഗ് മേടിക്കുമ്പോൾ പല ടെമ്പറേച്ചറിലുള്ള സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്. അപ്പം നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള സ്ലീപ്പിംഗ് ബാഗുകൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. ചിലത് -40 വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ലീപ്പിംഗ് ബാഗുകളുണ്ട്. ഓക്കെ, സോ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി റിസ്കി സെറ്റപ്പാണ്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 6 ഫീറ്റ് ഹൈറ്റിൽ എൻ്റെ പൊക്കത്തിൽ ആണ് ഈ ടെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പൊക്കത്തിൽ നമുക്ക് ലാഡർ ഉണ്ട്. സോ ആ ലാഡറിൽ കയറിയിട്ട് വേണം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് ഈ സിബ് പതുക്കെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതങ്ങ് നീക്കുക. എന്നിട്ട് നേരെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾവശം. സോ ഇതാണ് അതിൻ്റെ ഒരു 360 വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്ക് വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 പേർക്ക് വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു നൈറ്റ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ട്. അത് താങ്ങും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നിട്ടുള്ള ഒരു ഇതെല്ലാം നമ്മൾ രാത്രി നമുക്ക് കിടന്നതിന് ശേഷം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന് പറഞ്ഞ റിസ്ക് ആയിരിക്കും. സോ കുട്ടികളുമായിട്ടെല്ലാം ക്യാമ്പിങ്ങിന് പോകുന്നവർ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറച്ച് വലിയ കുട്ടികളൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ കുട്ടികൾക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. സോ എനിവേ, അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യെസ്, അപ്പോൾ ഒരു ഫയർ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡിന്നർ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. നമുക്ക് ആ പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, പരിപാടി ഏട്ടാ ഇതാ ഇപ്പം ഫയർ പിറ്റിന് വേണ്ടിയിട്ട് വുഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ യാ, നമ്മൾ മറ്റേ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വുഡ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ശരിക്കും ഇവിടെ ഇപ്പോൾ സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ ഇരുണ്ട്, ആ ഒരു തണുപ്പും ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളി. നമ്മളിതേ തീ കത്തിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ നാട്ടിലെ മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഇത് ഇവർ ക്യാനിലേക്ക് ആക്കി സെറ്റ് ചെയ്തൊക്കെയാണ് പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മളത് സ്പ്രേ ചെയ്തിട്ട് തീ കത്തിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ട്.
നമ്മുടെ സാൽമൺ മീൻ മുളകും ഉപ്പും എല്ലാം പെരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വെച്ചു. ഏട്ടായി അപ്പോൾ നമ്മുടെ മീനെ ഇങ്ങനെ അടിപൊളിയായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. എന്തായാലും മീൻ അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഒന്നാന്തരം ചുട്ട സാൽമണും സവാളയും പൊട്ടറ്റോയും പിന്നെ ഒന്നാന്തരം നമ്മുടെ സ്വന്തം മാംഗോ ജ്യൂസും സെറ്റാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. സോ ഡിന്നർ കഴിച്ചു പറഞ്ഞാൽ നമ്മൾ ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഡിന്നർ കഴിച്ചതിന് ശേഷം ടെൻറ്റിനുള്ളിലെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ ഗായ്സ് ഇതിൻ്റെ ഉള്ളിലെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്. മൊത്തം 3 പേർക്ക് കിടക്കാം. ആ വിൻഡോയിൽ ഒരാൾ, ഈ വിൻഡോയിൽ ഒരാൾ, പിന്നെ അതേ വീണ്ടും ഇവിടെ ഒരാൾക്ക് കിടക്കാം. മൊത്തം 3 പേർക്ക് കിടക്കാം. മക്കുതേ ഏകദേശം കൊടുത്തൊരു അംഗം വെട്ടൊക്കെ കഴിഞ്ഞ് ഗുഡ് നൈറ്റ് മക്ക ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാനും പതുക്കെ കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് രാത്രി എങ്ങനെയുണ്ട് ഇവിടെ കിടന്ന് നോക്കിയിട്ട് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് രാവിലെ പറയാം. ഓക്കെ. സോ നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. ചെറിയ ഉറക്കം കഴിഞ്ഞ് അങ്ങനെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പതുക്കിവിടുന്ന് ഇറങ്ങണം. മക്കളിവിടെ നൈസായിട്ട് ഇപ്പോഴും സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മക്കുവേ നല്ല തണുപ്പായിരുന്നു. മക്കുവേ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആമ തല്ലിട്ട് നോക്കണം, പുറത്തോട്ട് നോക്കുന്നുണ്ട്. മക്കു എണീറ്റോ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തുറക്കാം ഗൈസ്. ഇങ്ങനത്തെ ഇവിടെ കിടന്ന് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ടോ പുറത്തു കൂടെ നമുക്ക് നല്ല പുറത്ത് നോക്കി ഇപ്പോഴും നല്ല മഞ്ഞും ആ വെള്ളം ഒച്ചയൊക്കെ കേട്ടും രാത്രി ഫുള്ള് ഈ പറഞ്ഞ പോലെ ആ വെള്ളം ഒഴുകുന്ന ഒച്ചയും എല്ലാം കേട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഫീലിംഗ് ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒച്ചയും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് കാണാം. പുഴ കണ്ടോ, അതായത് ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്ന സീനാണ് ഈ കാണുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ല. രാവിലെ തന്നെ കിളികളുടെ ഒച്ചയും എല്ലാമായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യം ഇപ്പോൾ പതുക്കെ റെഡി ആവണം. നമുക്ക് പതുക്കെ ഇറങ്ങണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ അങ്ങ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. മുടിയൊക്കെ ദേ വിറങ്ങലിച്ച് തലങ്ങിന്നിരിക്കുകയാണ്. രാത്രി മൊത്തം ഈ പറഞ്ഞ പോലെ 2 സൈഡിലും ഈ പറഞ്ഞ പോലെ പുഴയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ കിളികളൊക്കെ അതിൻ്റെ പേര് രാവിലെ കിളികളുടെയും എല്ലാം പുഴയുടെയും എല്ലാം ഒച്ച കേട്ടാണ് നമ്മൾ എണീറ്റത്. അപ്പോൾ എനിവേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു മംഗോളിയൻ കൂടാരത്തിൻ്റെ വീഡിയോ ആണ്. സോ അത് മിസ് ചെയ്യാതെ കാണുക എല്ലാവരും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം രാഹുൽ. ഓക്കെ, ബൈ. തണുപ്പോ ഫെയില് ലൈക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ഇതായിപ്പോയി.